പാഠം 726 ഒരു പട്ടിണിക്കാരന്റെ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കുന്ന പറഞ്ഞിരിക്കുകയായിരുന്നു. സാറ് പറഞ്ഞ കാര്യം ഞാൻ ഇന്നലെ തന്നെ ഭാമയോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയാക്കാം. ഇന്ന് വക്കീൽ ഓഫീസിൽ നിന്ന് ഭാമയൊന്ന് കാണാൻ പഞ്ചമയോട് പറഞ്ഞാൽ മതി. രാവിലെ 10:30 മുതൽ ഉച്ച കഴിഞ്ഞ് 3:30 വരെ ഭാമ വക്കീൽ ഓഫീസിലുണ്ടാവും. ശരി സാർ. താലൂക്ക് ഓഫീസിലെ സുധാകരൻ സാറായിരുന്നു. സാറിന്റെ അനിയത്തി പഞ്ചമിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അവക്ക് കുറച്ചു ദിവസം നിന്റെ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഇന്ന് നിന്നെ വന്ന് കണ്ടോട്ടെന്ന് സുധാകരൻ സാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു 10:30 കഴിയുമ്പോ വക്കീൽ ഓഫീസിൽ ഒന്ന് കണ്ടോളാം. നല്ലതാ. പക്ഷേ 10 കഴിയുമ്പോ വക്കീൽ ഓഫീസിലേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. എന്റെ കൂടെ ജൂനിയറായി ആര് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പഞ്ചമിക്ക് ഞാനായിട്ട് ജോലി കൊടുത്തത് തന്നെ. ഭാമേ, പഞ്ചമിയോട് വരാൻ പറയാൻ നീ ഇന്നലെ എന്നോട് പറഞ്ഞല്ലേ? നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ സുധാകരൻ സാറിനോടൊക്കെ സമ്മതിച്ചത്. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നേര് തന്നെ. പക്ഷെ ആ തീരുമാനം ഞാനങ്ങ് മാറ്റി. ഒരു പാല് വിട്ടാൽ 2 വശത്തേക്ക് പോട്ടെ മോനേട്ടാ. പക്ഷേ മോഹനേട്ടന് ആ പരിപാടി അറിഞ്ഞുകൂടാ. മോഹനേട്ടന്റെ കാര്യങ്ങൾ മാത്രം നടക്കുകയും എന്റെ ഒരാവശ്യം നടക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ഏർപ്പാട് ഇനി നടക്കില്ല. പഞ്ചമിക്ക് എന്റെ ഓഫീസിൽ ജോലി കൊടുത്ത പ്രശ്നമേ ഉണ്ടാവില്ല. അതോടെ തന്നെ പഞ്ചമിക്ക് ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് ഇന്നലെ പറയണമായിരുന്നു. അവൾക്ക് ജോലി കൊടുക്കാമെന്ന് നീ ഇന്നലെ സമ്മതിച്ചിട്ട് ഇന്നത് പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ സുധാകരൻ സാറിനോടൊന്ന് പറയും. അത് മോഹനേട്ടന്റെ മാത്രം പ്രശ്നമാണ്, എന്റെ അല്ല. അതെ, എന്റെ പ്രശ്നമാണ്. സുധാകരൻ സാറിന് എന്നോട് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. താലൂക്ക് ഓഫീസിൽ എനിക്ക് വേണ്ടുന്ന സകല സഹായവും ചെയ്തു തരുന്ന സുധാകരൻ സാറാണ്. അങ്ങനെയുള്ള സുധാകരൻ സാറിന്റെ അനിയത്തിക്ക് ഒരാവശ്യം വരുമ്പോൾ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഓ, മോഹനേട്ടൻ സഹായിച്ചോ? എന്റെ സഹായം പ്രതീക്ഷിക്കേണ്ടെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ കാരണം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നലെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ നീ പറഞ്ഞു പഞ്ചമിയുടെ ഓഫീസിലേക്ക് വന്നോളൂ എന്ന്. ഇപ്പൊ നീ അത് നടക്കില്ലെന്ന് പറയുന്നു. ഇതെവിടുത്തെ ന്യായം? മോഹനേട്ടൻ പഞ്ചമിയുടെ കാര്യം പറഞ്ഞപ്പോ സഹായിക്കാന്ന് ഞാൻ സമ്മതിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മോഹനേട്ടനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അതിന് മോഹനേട്ടൻ എന്ത് മറുപടിയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ശരിക്കും ഓർത്തു നോക്ക്. ഞാൻ എന്റെ അങ്ങേയറ്റ ന്യായമായ ഒരു ആവശ്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ പറഞ്ഞത് എന്താന്ന്? എനിക്കൊരാവശ്യം വരുമ്പോ കൈ മലർത്തുന്ന മോഹനേട്ടനെ അങ്ങോട്ട് സഹായിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. അതെയോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആണോ? വണ്ടിയില്ലാതെ ഒന്നും നടക്കില്ല ഗോപി. ഇന്നലെ മിനിങ്ങാന്ന് വേണ്ടി ഞാൻ എത്ര രൂപ ഓട്ടോക്കൂലി കൊടുത്തെന്നറിയാമോ? നടന്നു തന്നെ. ഓ ശരി, ഞാൻ വിളിക്കാം. വർക്ക്ഷോപ്പിൽ നിന്നാ ഗോപിയാ. ആ സ്കൂട്ടർ ശരിയാക്കാൻ 3-4 ദിവസം കൊണ്ട് എടുക്കുന്നു. ആ സ്കൂട്ടർ വാങ്ങണ്ട എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. ഇപ്പൊ എന്തായി? സ്കൂട്ടർ ഉണ്ടായിട്ടും ഓട്ടോയ്ക്ക് പൈസ കൊടുക്കണം. ഗോപിക്ക് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന പൈസ വേറെ. ഇനിയും ആ സ്കൂട്ടർ നന്നായിക്കൊണ്ട് നടക്കാതെ കിട്ടുന്ന കാശിന് അത് വിറ്റിട്ട് പുതിയ സ്കൂട്ടർ വാങ്ങാനാ ഗോപി പറയുന്നേ. അതിനുള്ള പൈസ ഗോപി തരൂ. ഗോപി എന്തിനാ തരുന്നത്? ഒരു സ്കൂട്ടർ വാങ്ങാൻ 60,000 രൂപ പോരെ? അത് മോഹനേട്ടന്റെ കയ്യിലുണ്ടല്ലോ. എന്റെ കയ്യിൽ 60,000 രൂപയല്ല, അതിൽ കൂടുതൽ പൈസ കാണും. പക്ഷേ സ്കൂട്ടർ വാങ്ങാനായിട്ട് 60,000 രൂപ പോയിട്ട് 6 രൂപ പോലും ഞാൻ തരില്ല. കഷ്ടമുണ്ട് മോനേട്ടാ. ഇക്കാലത്ത് പുതിയൊരു സ്കൂട്ടർ വാങ്ങാന്ന് പറയുന്ന ആന കാര്യമൊന്നുമല്ല. ഇനി ആ പഴയ സ്കൂട്ടർ ചുമന്നോടൊക്കെ എന്നെ കൊണ്ട് വയ്യാഞ്ഞിട്ടാ. നമുക്കൊരു പുതിയ സ്കൂട്ടർ വാങ്ങാം. നടക്കില്ല. നേരത്തെ ഗോപിക്ക് ആശ കൊടുത്ത് നമ്മൾ നശിക്കുന്ന എന്തിനാ? എനിക്കൊരു പുതിയ സ്കൂട്ടർ വാങ്ങിയേ പറ്റൂ. ഒരു കാര്യം നടക്കില്ല എന്ന് കെ മോഹനകൃഷ്ണൻ സാർ പറഞ്ഞാൽ നടക്കില്ല. ഇപ്പോഴുള്ള ആ പഴഞ്ച സ്കൂട്ടർ നീ വിൽക്കുന്നതിനോട് എനിക്ക് എതിർപ്പില്ല. പക്ഷെ പുതിയത് വാങ്ങുന്ന പരിപാടി നടക്കില്ല. നിനക്ക് സ്കൂട്ടർ വാങ്ങി പെട്രോൾ അടിച്ച് ധൂർത്തടിക്കാനല്ല ഞാൻ പണം ഉണ്ടാക്കുന്നത്. ഓ, അപ്പൊ
അവളുടെ പ്രശ്നം. പുതിയ സ്കൂട്ടർ വാങ്ങാൻ സമ്മതിക്കാത്ത എന്റെ വാശിയാണ്. ഇവന് രണ്ടിലും പറഞ്ഞിട്ട് കാര്യം. നിനക്ക് തോന്നും പോലെ ധൂർത്തടിക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കുന്നത്. പുതിയ സ്കൂട്ടർ വാങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നീ പഞ്ചമിക്ക് ജോലി കൊടുക്കാതിരിക്കുന്നത്? അതെ. ഇനി അങ്ങോട്ട് എന്റെ കാര്യം നോക്കിയിട്ടേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടൂ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. പഴയ സ്കൂട്ടർ മാറ്റി പുതിയ സ്കൂട്ടർ വാങ്ങണമെന്നുള്ള എന്റെ ആവശ്യം 100% ന്യായമായിട്ടുള്ളതാ. അത് നടക്കാതെ ഇനി മോഹനേട്ടൻ പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാനേ പോണു. നീ പഞ്ചമിക്ക് ജോലി കൊടുക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നീ ഒരു അഹങ്കാരിയായ വക്കീലാണെന്നും പഞ്ചമിക്ക് ജോലി പഠിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും മര്യാദയും ബുദ്ധിയുമുള്ള വക്കീലിന്റെ കൂടെ നിർത്തുന്നതാണ് നല്ലതെന്നും ഞാൻ സുധാകരൻ സാറിനോട് പറഞ്ഞോളാം. പക്ഷേ ഈ ജന്മത്ത് പുതിയ സ്കൂട്ടർ വാങ്ങാം എന്ന് നീ കരുതരുത്. പുതിയ സ്കൂട്ടർ വാങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിരിക്കും. എനിക്കതിന് മോഹനയുടെ സഹായം ആവശ്യമില്ല. സ്കൂട്ടർ വാങ്ങാൻ ലോൺ തരാൻ ഈ നാട്ടിൽ 100 കണക്കിന് ബാങ്കുകളുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ബാങ്കിൽ പോയി ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവർ ലോൺ തരാന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് ഇവിടെ ഒന്ന് അഡ്രസ് വെരിഫിക്കേഷൻ നടത്തിയിട്ട് നാളെ വൈകുന്നേരത്തിനകം രൂപ 50,000 ബാങ്കുകാരുടെ കയ്യിൽ തരും. ഒരിടത്ത് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഭാര്യ പണം കടം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യയ്ക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനേ ഭർത്താവിന്റെ അനുവാദം വേണമെന്ന് ഒരു നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല. സത്യഭാമ ലോൺ എടുക്കും, പുതിയ സ്കൂട്ടർ വാങ്ങുകയും ചെയ്യും. ഹലോ, അതെ സത്യഭാമയാണ്. ആ മനസ്സിലായി. എന്താ പേര്? ഓ ശ്രീകുമാരിയോ, ശരി. ഞാൻ 10 വരെ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് വക്കീലാഫീസില്. ശ്രീകുമാരി എവിടെയായാലും വന്നാൽ മതി. ലോൺ എന്നത്തേക്ക് ശരിയാവും? നാളെ തന്നെയോ? ശരി, വലിയ സന്തോഷം. ആ ബാങ്കിൽ നിന്ന് ശ്രീകുമാരിയാ. ആ കുട്ടി ഇവിടെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരാന്ന്. ഇവിടെ വരുമ്പോ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. നാളെ വൈകുന്നേരത്തിനകം പൈസ റെഡിയാവുന്ന്. നടക്കില്ല. നടക്കൂലോ മോഹനേട്ടാ. നാളെ വൈകുന്നേരത്തിനകം ലോൺ തരാമെന്ന് ശ്രീകുമാരി എന്നോട് പറഞ്ഞല്ലോ. മോഹനകൃഷ്ണന്റെ ഭാര്യ പണം കടം വാങ്ങി നേടാൻ നാട്ടിലെന്തായിരുന്നു? ഞാൻ മോഹനകൃഷ്ണന്റെ ഭാര്യ എന്നുള്ള മേൽവിലാസത്തിലല്ലല്ലോ ലോൺ എടുക്കുന്നത്. സ്വന്തമായി വരുമാനമുള്ള ഒരു വക്കീലാണ് ഞാൻ. ലോൺ എടുത്ത തിരിച്ചടയ്ക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് അറിയാവുന്നുള്ളത് കൊണ്ടാണ് അവരെനിക്ക് ലോൺ തരുന്നത്. അതിൽ സാറിന് എന്താണ് കാര്യം? ആ ഉത്തമനൊന്നല്ലോ. വല്ലവരുടെയും കരഞ്ഞെടുത്ത രസീതിന്റെ കാര്യത്തിനായിരിക്കും. ചെന്ന് ഉത്തമനോട് സംസാരിക്കുമ്പോഴേക്കും ഞാൻ മോഹനേട്ടനെ ഷർട്ട് മുണ്ട് തേച്ച് വെക്കാം. ബാങ്കിൽ നിന്ന് ശ്രീകുമാരി വരുമ്പോ പരിചയപ്പെടണ്ടേ? ഷർട്ട് മുണ്ടും ഒക്കെ ഇട്ട് സുന്ദരനായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ നല്ലത്. നമസ്കാരം സാർ. പുരുഷോത്തമന്റെ പോക്കോരോവിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഭാമയ്ക്ക് ഒരു പുതിയ സ്കൂട്ടർ വാങ്ങണം. ഞാൻ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവള് ഏതോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നു. ബാങ്കിലെ പെങ്കൊച്ചി ഇപ്പൊ വരും. എങ്ങനെ ഉത്തമ അതൊന്നും മുടക്കുന്നത്? അതിപ്പോ ലോൺ കൊടുക്കാമെന്ന് ബാങ്കുകാർ പറഞ്ഞ പിന്നെ നമുക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും സാറേ? എന്തെങ്കിലും പറഞ്ഞൊന്ന് മുടക്കുത്തമ. 50,000 രൂപയാവും ലോൺ എടുക്കാൻ പോകുന്നത്. ഒരു വഴി പറ. ഒരു വഴിയില്ല സാറേ. ലോൺ തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് വാരിക്കോരി ലോൺ കൊടുക്കാൻ നടക്കുകയാണ് ബാങ്കുകാർ. 50,000 രൂപയല്ലേ ഉള്ളൂ, അവരിത് കൊടുക്കും. 50,000 രൂപ തിരിച്ചടയ്ക്കാനുള്ള വരുമാനം വക്കീലിനുണ്ടെന്നുള്ള ബാങ്കുകാർക്കും അറിയാലോ. പിന്നെ സാറേ, പുരുഷോത്തമന്റെ പോക്കോരവിന്റെ കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞ ഉത്തമ സഹായിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ പുരുഷോത്തമന്റെ പോക്കോരവിന്റെ കാര്യം നടന്നത് തന്നെ. അല്ല സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. പോക്കുവരവിന്റെ കാര്യം പറയണമെങ്കിൽ വില്ലേജ് ഓഫീസിലേക്ക് വരണം. ഇത് വില്ലേജ് ഓഫീസർ വീടാ. ഇവിടെ പോക്കുമില്ല വരവുമില്ല. എന്തൊരു കഷ്ടമാണിത്. പുരുഷോത്തമനോട് ഞാൻ എന്ത് പറയും? ഇതാര്?
ഓ, ബാങ്കിൽ നിന്ന് വരുന്നവളാണോ? മോഹനേഷ സാറിന്റെ കയ്യിലെടുക്ക. ഇത് എന്ന വഴി? സാറേ, ബാങ്കിൽ നിന്ന് മറ്റേ പെണ്ണ് വരുന്നുണ്ട്. മറ്റേ പെണ്ണോ? ഏത് പെണ്ണ്? ബാങ്കിൽ നിന്ന് ഒപ്പ് വാങ്ങാനുള്ള മറ്റേ പെണ്ണെ. സാറേ, വളരെ ബുദ്ധിപൂർവ്വം കളിച്ച വക്കീലിന്റെ ലോൺ എടുപ്പ് നമുക്ക് ഇപ്പൊ പൊളിക്കാം. ലോൺ കൊടുക്കുന്ന കാശ് തിരിച്ചു കിട്ടാൻ പ്രയാസമാണെന്ന് തോന്നിയ ഒരു ബാങ്ക് ലോൺ കൊടുക്കൂല. ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാശ് വക്കീലിന്റെയോ സാറിന്റെയോ കയ്യിലില്ല എന്ന് ആ പെണ്ണിനെ ബോധ്യപ്പെടുത്തിയ പിന്നെ ലോൺ കിട്ടൂല. എങ്ങനെ ബോധ്യപ്പെടുത്തും? സാറിന്റെ കൂടെ വാ, നമുക്കൊരു നമ്പർ ഇറക്കാം. ഇതാ വരുന്നു. ഇതാ കക്ഷി തന്നെ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. നമ്മൾ നമ്മളെ കാര്യം സംസാരിച്ചു കൊണ്ടേ നിൽക്കുന്നു. അവള് യാദൃച്ഛികമായി അത് കേൾക്കുന്നു. അപ്പൊ എങ്ങനെ തുടങ്ങേണ്ടത്? സാറ് എനിക്ക് ഒരുപാട് കാശ് തരാനുണ്ട്. സാർ എനിക്ക് ഒരുപാട് കാശ് തരാനുണ്ട് എന്ന് വിചാരിക്കുക. ആ കാശ് ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോ അവക്ക് തോന്നണം സാറ് കടം കയറി നശിച്ച് നാറാണ കല്ല് പിഴുത് നിൽക്കണമെന്ന്. അപ്പൊ തുടങ്ങാം. അവളിതാ എത്തി. എന്ന് പറഞ്ഞ എങ്ങനെ സാറേ? എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ഇനി അവധി പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ പറയരുതേ ഉത്തമ. എന്റെ കയ്യിൽ ഒരു ഒറ്റ രൂപ പോലുമില്ല. അടുത്ത മാസം പൈസ കിട്ടുമ്പോ ഞാൻ ഉത്തമന് തന്നുകൊള്ളാം. അതൊക്കെ സാറൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. ഈ മാസത്തെ ശമ്പളം കിട്ടുമ്പോ പൈസ മൊത്തം തന്നു തീർക്കാൻ എന്റെ അടുത്ത് പറഞ്ഞല്ലേ? എന്നിട്ട് ശമ്പളം കിട്ടിയപ്പോ സാറത് എടുത്ത് ആക്കോ കൊടുത്തു. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഉത്തമ ഉത്തമ അങ്ങനെ പറയരുതേ. ഈ വീട്ടിലെ അവസ്ഥ ഉത്തമൻ അറിയാഞ്ഞിട്ട. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് കടം വിട്ടാൻ പോലും തികയുന്നില്ല. ഉത്തമ, കടം വിട്ടാ തികയുന്നില്ല. ഇനി മറ്റൊരു കാര്യം അറിയാമോ? കരഞ്ഞു പറഞ്ഞോ. ഞങ്ങൾ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അതും കഞ്ഞിയും ചമ്മന്തിയും. ഉത്തമൻ അറിയോ എന്തേ? ഞാൻ ഓഫീസിലേക്ക് നടന്നു പോകുന്നത് എന്തുകൊണ്ടാ? ഒരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. അത്രയ്ക്ക് ഗതികേടില്ല ഞങ്ങൾ. അത്രയ്ക്ക് ഗതികേടില്ല. എന്റെ ബാമയ്ക്ക് ഒരു സ്കൂട്ടർ ഉള്ളത് എന്നും കേടാണ്. ഒരു പുതിയ സ്കൂട്ടർ വേണമെന്ന് അവള് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. 10 പൈസ പോലും ഇല്ല. ഏതോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് സ്കൂട്ടർ വാങ്ങാൻ പോവുകയാണ്. ലോണിന് തിരിച്ചടയ്ക്കാൻ പൈസ ഉണ്ടാഞ്ഞിട്ടല്ല, പിന്നെ വരുന്നെടുത്ത് വെച്ച് കാണാമല്ലോ എന്ന് കരുതി. ബാങ്കിലെ ലോണ് തിരിച്ചടച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല സാറേ. അവര് ഫോൺ ചെയ്യുമ്പോ നമ്മൾ ഫോൺ എടുക്കാതിരുന്നാ മതിയല്ലോ. അത് ശരി. ബാങ്ക് കാര്യം എന്തോന്ന് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെയല്ല കടം വാങ്ങിച്ച പൈസ. പക്ഷേ എന്റെ പൈസ എനിക്ക് കിട്ടണം. പൈസ ഇല്ല. സാറിന്റെ കയ്യിലില്ലെങ്കിൽ വേണ്ട, ഒരു കാര്യം ചെയ്യും, വക്കീലിന്റെ കയ്യിലുണ്ടല്ലോ പൂത്ത പൈസ. അയ്യോ ഇല്ല ഇല്ല. സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അവൾ ഇന്നലെ നടന്നാണ് പോയത്. 1 രൂപ പോലും അവളുടെ കയ്യിലില്ല. പൈസ ഇല്ലേ? വക്കീലിന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിൽ പോട്ട്. ആഭരണം ഉണ്ടല്ലോ, അതെടുത്ത് പണയം പോയി. ഇനി ഞാനൊരു സത്യം പറയട്ടെ. ഉത്തമൻ ആരോടും പറയരുത്. എന്താ പറഞ്ഞതല്ല? ഭാവയുടെ മാലയും വളയും ഒക്കെ സ്വർണമല്ല, ഒക്കെ വരവാ മുക്കുപണ്ടം. ഓഹോ, മുക്കുപണ്ടം. ഉണ്ടായിരുന്ന സ്വർണമൊക്കെ പണയം വെച്ചിട്ട് കാലമൊത്തിരിയായി. സത്യം പറയാമല്ലോ ഉത്തമ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ 10 പൈസ പോലുമില്ല നക്ഷത്രം എണ്ണുകയാണ്. ഇതൊക്കെ പുറത്തിറങ്ങി പറഞ്ഞ നാണക്കേടല്ലേ ഉത്തമ? അതാ ഞാൻ ആരോടും ഒന്നും പറയാത്തത്. ഉത്തമ ഉത്തമ ഉത്തമൻ എന്നെ വിശ്വസിക്കണം. ഇത് മതിയാ? ഏറ്റെന്ന് തോന്നുന്നു. എല്ലാം ഞാൻ കേട്ടു. കൊരഞ്ഞോ കൊരഞ്ഞോ കൊരഞ്ഞു വീണ് കാലുടിക്കാണെന്ന് കരഞ്ഞോ. അല്ലെങ്കിൽ വെറുതെ വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല
മനസ്സിലായില്ല സാറേ. മതി, നിർത്ത്. ശരി, ഇന്ന് ഞാൻ പോകുന്നു. പക്ഷേ ഒരാഴ്ചക്ക് മുമ്പ് എന്റെ പൈസ തന്നില്ലെങ്കിൽ വക്കീലിന്റെ പുതിയ സ്കൂട്ടർ ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തോണ്ട് പോകും. പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റരുത്. ആ സ്കൂട്ടറും ചോദിച്ച് ലോൺ തന്ന ബാങ്കുകാരെങ്ങാനും വന്ന അടിച്ചവന്റെ ചെവുക്കല്ല് ഞാൻ പൊട്ടിക്കും. മനസ്സിലായില്ല സാറിന്? ശരി ഉത്തമ. ഇനി ഇവിടെ കരഞ്ഞോണ്ട് നിൽക്കില്ല. കണ്ണു മുമ്പായിരുന്നു കടം വാങ്ങിച്ചിട്ട് ഒരുപാട് ഞഞ്ഞ വർത്താനം. എന്ത് ഇവിടുത്തെ സാറാ വക്കീല കാശ് വല്ലതും തരാനുണ്ടാ? ഇല്ല. ഉണ്ടെങ്കിൽ ഒരു കാര്യമില്ല. 10 പൈസ കിട്ടാൻ പോകുന്നില്ല അവരുടെ കയ്യിൽ നിന്ന്. ഷർട്ട് തേച്ച് കഴിഞ്ഞില്ലേ പാമേ? ഷർട്ട് ഇതായിരിക്കുന്നു. ഇതെന്താ മോഹമനായിരിക്കണേ? ഒന്നുമില്ല. കണ്ണും തൂറ്റിയതാ? അത് ഒരു പൊടി വീണതാ. ആരാ വന്നിട്ടുണ്ട്? ആരാ നോക്കുമോനട്ടാ? എന്നെ കാണാൻ ആരും വരാനില്ല. നിന്നെ കാണാനാവും. നീ ചെന്ന് നോക്ക്. പിന്നെ ആരും എന്നെ വെറുതെ വിളിക്കരുത്. ഞാൻ കുളിക്കാൻ പോവാ. ഇത്ര നേരത്തെ കുളിക്കാൻ പോകണോ? ഇന്ന് കുറച്ച് നേരത്തെ കുളിക്കണം. നീ പോയിക്കോ. നിനക്ക് ലോൺ കിട്ടിയത് തന്നെ ഭാമേ. 50,000 അല്ല, നിനക്ക് 5 പൈസ പോലും കിട്ടില്ല. ആരാ വരാൻ പറഞ്ഞിരുന്നു? ഓ, മനസ്സിലായി. മോനട്ടാ. കാണാതിരിക്കുന്നതാണ് ബുദ്ധി. കടത്തിന്റെ കാര്യം ആ പെണ്ണ് ചോദിക്കുമ്പോ എന്താ പറയുക? മോനട്ടാ. സംഗതി കുളമായിട്ടുണ്ട്. ഇനി ഈ ജന്മത്ത് ഭാമിക്ക് ലോൺ കിട്ടാൻ പോകുന്നില്ല. തൽക്കാലം അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ കുളിക്കുക. ബാങ്കിൽ നിന്ന് ആളോട് പൊയ്ക്കോളാൻ പറഞ്ഞോ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. സുധാകരൻ സാറ്, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കണമെന്ന് ആലോചിച്ചേ ഉള്ളൂ. പഞ്ചമിയെ വേറെ ഏതെങ്കിലും വക്കീലെടുത്ത് പ്രാക്ടീസിന് ഇവിടുന്നായിരിക്കും നല്ലത്. ഈ ബാമയ്ക്ക് അതിന് മാത്രം കേസൊന്നുമില്ല. വരാൻ പറഞ്ഞു. എപ്പോ? എന്നിട്ട് ബാമേനോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? എപ്പോ? ഈശ്വര, വന്നത് പഞ്ചമിയായിരുന്നു. പിന്നെ വിളിക്കാം. ആരായിരുന്നു വന്നത്? പഞ്ചമി, താലൂക്ക് ഓഫീസിലെ സുധാകർ സാറിന്റെ അനിയത്തി. അത് കൊള്ളാം. മോഹനയുടെ തന്നെയല്ലേ പറഞ്ഞത് അവക്ക് എന്നോട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു രാവിലെ ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് നീ എന്നോട് അങ്ങനെയല്ലോ പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ മോഹനേട്ടനെ വരട്ടാനായിട്ട് പറഞ്ഞല്ലേ. പഞ്ചമിയോട് എന്നോട് നിന്നോളാം ഞാൻ പറഞ്ഞു. അവള് സുധാകര സാറിന്റെ അടുത്ത് എന്നൊക്കെ പറയുമെന്തോ. അത് പഞ്ചമിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. നീ കുറച്ചു മുമ്പ് ബാങ്കിൽ നിന്ന് വരുന്നൊരു ശ്രീകുമാരിയെ പറ്റി പറഞ്ഞില്ല, അവര് വന്നില്ലേ? മോഹനേട്ടൻ എന്തിനാണ് അതൊക്കെ അറിയുന്നത്? എല്ലാത്തിനും കാരണം നീയാ. ശ്രീകുമാരിയാണ് ഒന്നല്ലേ ഞാൻ കരുതിയത്. എന്റെ മാനം പോയി. എന്നിട്ട് പഞ്ചമി എവിടെ? പഞ്ചമി പോയി. എന്ത് പറഞ്ഞിട്ടാ പോയത്? വിശേഷമൊന്നും പറഞ്ഞില്ല. ഇന്നു മുതൽ 3 നേരം കഴിക്കാനുള്ള ഭക്ഷണം ആ കുട്ടി ഇങ്ങോട്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ ഈ മാല മാറ്റി ശരിക്കുള്ളൊരു സ്വർണ്ണമാല വാങ്ങിത്തരാന്ന് പറഞ്ഞു. പിന്നെ സ്കൂട്ടറിന് പെട്രോൾ ഒഴിക്കാനുള്ള കാശും എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാനില്ലേ? ഞാൻ ലോൺ എടുക്കുന്ന മുടക്കാൻ കണ്ടുപിടിച്ചൊരു മാർഗമായിരുന്നല്ലേ.
മോഹനേട്ടൻ പറഞ്ഞതൊക്കെ പഞ്ചമേനോട് പറഞ്ഞു. നാണക്കേട് ഒഴിവാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? എന്താ? മോഹനേട്ടന് ഭ്രാന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ ഞാനെന്താ പറയേണ്ടത്? നമ്മൾ കടം കയറി മുടിഞ്ഞു പോയെന്ന് സുധാകരൻ സാർ അറിയുന്നേക്കാട്ടും നല്ലതല്ലേ മോഹനേട്ടൻ മുഴുത്ത വട്ടാന്ന് അറിയുന്നത്? ഈ സൈസ് വിലകൾ ഇനിയുമുണ്ടോ സാറിന്റെ കയ്യില്? തീർന്നു. എങ്ങനെയാ? ഇനി ഒന്നിന് ഞാൻ ഇല്ലേ? അയ്യോ, ഒന്നിനും നമ്മളില്ല. ഒരു കാര്യത്തിന് ഇറങ്ങും മുമ്പ് പലവട്ടം ആലോചിക്കുന്നത് നല്ലതാണെന്ന് വിവരമുള്ളവർ പറയും. പക്ഷേ സത്യഭാമ പുതിയ സ്കൂട്ടർ വാങ്ങാൻ പോകുന്നു എന്ന് കേട്ടതിന്റെ വെപ്രാളത്തിൽ എടുത്തു ചാടുമ്പോൾ വില്ലേജ് ഓഫീസർക്ക് ആലോചിക്കാനുള്ള നേരം കിട്ടിയില്ല. സാരമില്ല, ഈ നാണക്കേട് എങ്ങനെയെങ്കിലും മാറ്റാനാവും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.